ഹലോ, ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. അപ്പോൾ ഇതും എല്ലാം കൂടെ ആകുമ്പോൾ ദൂരെ വെച്ചിട്ട് ക്യാമറ ഷൂട്ട് ചെയ്യണം, പാക്ക് ചെയ്യണം, കാണിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ഞാൻ ഓരോന്നെടുത്ത് പൊക്കി കാണിച്ചു തരാം കേട്ടോ. നമ്മൾ പാക്ക് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത്രയധികം സാധനങ്ങൾ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട, എങ്കിലും നമ്മുടെ അടുത്ത് പോവല്ലേ, അപ്പോൾ എന്തായാലും കൊണ്ടുപോകാം. ട്രെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ വരച്ചുകൊണ്ട് പോകണം. ഇത് കാറിലാകുമ്പോൾ അതങ്ങനെ തന്നെ അവിടെ ഇരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം കേട്ടോ. ടൂറൊക്കെ പോകുന്നതിന് മുന്നേ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബാഗ് പാക്കിംഗ് എന്നുള്ളത്. ബാഗ് പാക്ക് ചെയ്തിട്ട് അവിടെ ചെന്ന് അതൊക്കെ ഉപയോഗിച്ച് തിരിച്ച് വന്നിട്ട് അത് എടുത്ത് കഴുകി മടക്കി വെക്കലാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വെറുപ്പിക്കുന്ന ഒരു പരിപാടി കേട്ടോ. കാരണം ഇപ്പം എന്ന് പറയുന്നത് ആ ടൂർ പോകുന്ന ആ ഒരു ഇൻട്രസ്റ്റിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഡ്രസ്സൊക്കെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഡ്രസ്സ് തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇത് ഒരു വൈറ്റ് സംഭവം ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണ്, ഈ ബാഗ് അച്ഛൻ്റെ ബാഗാണ് കേട്ടോ, അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. പിന്നെ എന്തിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ഡ്രസ്സ് മതി. പിന്നെ അവിടെ പൂളുള്ള സ്ഥിതിക്ക് എന്താണ് കുറച്ച് അധികം തന്നെ ഡ്രസ്സ് കരുതാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തിട്ടാ, ഇതാണ് കേട്ടോ ഞാൻ ഫാസിയോന്ന് മേടിച്ചിട്ടുള്ള ഒരു ടോപ്പ്. അതിനൊരു 500-നുള്ളിലുള്ളൂ കേട്ടോ അതൊക്കെ. പിന്നെ ഇത് ഞാൻ എപ്പോഴും ഇടുന്നൊരു ഡ്രസ്സാണ്, ഈ ഒരു ചുരിദാർ പോലത്തെ സംഭവം. നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ ഇതും കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ടാഗ് പോലും അയച്ചിട്ടില്ല. ഇതൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കണമായിരുന്നു. ഇതൊന്നും ഇപ്പോഴൊന്നും മേടിച്ചതല്ല, കുറച്ച് നാളെ ഏകദേശം ഒരു 3-4 മാസം മുന്നൊക്കെ മേടിച്ചിട്ടുള്ള സംഭവങ്ങളാണ്. ഞാനത് ഇട്ടിട്ട് പോലും ഇല്ല കേട്ടോ. പിന്നെ ഞാനൊരു ട്രാൻസ്യൂട്ട് കൊടുത്തൊരു പാൻറ്റൊക്കെ ഇടുന്നുണ്ട്. തുമ്പിനെയും സുക്രൂനെയും ഉറക്കിക്കെടുത്തിയിട്ടാണ് കേട്ടോ ഇത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചു. പിന്നെ ഇന്നർ വെയേഴ്സും കാര്യങ്ങളും ഒരു കിറ്റിൽ ആണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. അതാകുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ലല്ലോ. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് തുമ്പിക്കും സുക്രൂനും പൂളിലിറങ്ങുമ്പോൾ തലയിൽ വെക്കാനുള്ള സംഭവം അതെടുത്ത് വെക്കണം. പിന്നെ സുധിച്ചേട്ടൻ ഒരു ഷോർട്ട്സ് കൊടുത്തൊരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് ഫാസിയോന്ന് മേടിച്ചാണ്. അതിൻ്റെ തന്നെ ഷർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇത് സുധിച്ചേട്ടൻ്റെ ബനിയനുകളാണ്. അപ്പോൾ ഉള്ളതിൽ നല്ലതെടുത്ത് വെക്കുന്നുള്ളൂ കേട്ടോ. ഇതും അത് രണ്ടും എന്തിട്ടാണ് നമ്മൾ സ്റ്റുഡിയോന്ന് വാങ്ങിച്ചിട്ടുള്ള ബനിയനാണ്. അതിലൊരെണ്ണം ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ പിന്നെ ഇതും എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ സുധിച്ചേട്ടന് ഒരു 3-4 ബനിയനും 2 ജീൻസും അതേപോലെ തന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തുമ്പിയും സുക്രും എണീറ്റിട്ട്, തുമ്പി മാത്രമേ ഉള്ളൂ, തുമ്പി എണീറ്റിട്ട് ഞാൻ പോയിട്ടൊന്ന് വീണ്ടും ഒന്ന് ഉറക്കിക്കെടുത്തിട്ട് വീണ്ടും വന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 11:30-12 മണിയായിട്ടുണ്ട്. സുധിച്ചേട്ടൻ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 10,000 വട്ടം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയിട്ടൊക്കെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ റൂമിലാണെങ്കിൽ ഭയങ്കര ചൂടുമാണ്, ഫാൻ ഇട്ടാലൊന്നും ഏക്കില്ല. പക്ഷേ ഈ റൂമിലിരുന്ന് ചെയ്യാണ്ട് നടക്കുകയില്ല, കാരണം എല്ലാ ഡ്രസ്സും ഇവിടെയാണ് ഞാൻ മടക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഹാളിലിരുന്ന് ചെയ്ത് വരുമ്പോഴേക്കും കുറേ നേരം കൂടെ പിടിക്കുക. പിന്നെ ഇന്നർവെയേഴ്സൊക്കെ ഞാൻ ഈ ഒരു കിറ്റിലാണ് എടുത്ത് വെക്കുന്നത്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ തോർത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഒരെണ്ണം മാത്രം കൊണ്ടുപോയിട്ട് കാര്യമില്ല, നമ്മൾ 4 പേരില്ലേ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു നമ്മൾ ഇതൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു, തോർത്തൊന്നും നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു. കാരണം എല്ലാം അതും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, വെളിച്ചെണ്ണ, പിന്നെ എന്തിട്ടാണ് നമുക്ക് എത്ര ടർക്കി ആണെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ വെളിച്ചെണ്ണ, സോപ്പ്, ബ്രഷ്, സാധനങ്ങൾ, പൗഡർ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിട്ടോ. ഇത് നമ്മൾ എവിടെയാ സിൽവർ സ്റ്റോമിൽ പോയപ്പോൾ മേടിച്ചാൽ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് അത് തലയിലേക്ക് വെക്കാനായിട്ട് പറ്റും. ഇതിന് നല്ല റേറ്റ് ഉണ്ട്, ഏകദേശം ഒരു 200-250 അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിന്. നല്ല എന്തിനാണ് അത്രയും റേറ്റ് എന്ന് എനിക്കറിയില്ല, അവിടെ ഇത്തിരി റേറ്റ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് സൂക്ഷിച്ചു വെച്ചാൽ നല്ലതാണ്. ഇനിയിപ്പോൾ സുക്രൂൻ്റെ ഡ്രസ്സ് പിള്ളേരുടെ ആകുമ്പോൾ കുറച്ച് അധികം തന്നെ കൊണ്ടുപോകണം, ഒരു 3-4-8 ജോഡിയൊക്കെ കൊണ്ടുപോകണം. കാരണം അവരെപ്പോഴാണ് അത് അഴുക്കാക്കുക കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവരുടെ തന്നെ ഞാനൊരു ബാഗിലാക്കിയിട്ട് അവരുടെ 2 പേരുടെയും വേറൊരു ബാഗിൽ കൊണ്ടുപോകുന്നുണ്ട്. ഈ ബാഗ് കണ്ടപ്പോൾ സൂചിച്ചേട്ടൻ പറഞ്ഞത് ഏതാണ്ട് 10 ദിവസം ടൂർ പോകണ ഒരു ബാഗാണ് ഞാൻ കൊണ്ടുപോയത്. പക്ഷേ എൻ്റെ എല്ലാ ഡ്രസ്സും ഞാൻ ഉപയോഗിച്ചു. കാരണം നമ്മൾ വല്ലപ്പോഴും വരുന്നതാണ്, ഇനി ഒരിക്കലും അങ്ങോട്ട് പോകുന്ന ഒരു പ്രതീക്ഷയില്ല. കാരണം അത്യാവശ്യം ഇത്തിരി എക്സ്പെൻസീവാണ്. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെന്ന് വിചാരിക്കുന്നത് എപ്പോഴും ഇവിടെയൊക്കെ തന്നെ അല്ലേ, അപ്പോൾ എപ്പോഴെങ്കിലും നമ്മളിതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. പലരും വിചാരിക്കുമോ ഇതെന്തിനാണ് ഇങ്ങനെ ഇത്ര കാശ് കൊടുത്തിട്ട് പോകുന്നതെന്ന്. പക്ഷേ നമ്മൾ അത് ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നമ്മളുടെ കുറേ കാശുണ്ടായിട്ടല്ല നമ്മൾ പോകുന്നത്.
ഇന്ന് നാളെ മരിക്കോ അല്ലെങ്കിൽ നാളെ നമുക്ക് എന്ത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഉള്ള സമയത്ത് കുറച്ച് ഫാമിലിയുടെ കൂടെ ഇങ്ങനെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ്, ഞാൻ പറയട്ടെ, ഭയങ്കര ഹാപ്പിയാണ്. നമ്മളൊരു ദിവസം നമ്മൾ അവിടെ പോകണം, അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ഞാനിപ്പോൾ തന്നെ പറയാം, മൂന്നാർ പറക്കാട്ട് റിസോർട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരുമാതിരി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ തിന്നാൻ, അതായത് തിന്നാനായിട്ട് അവിടെ ചെന്ന് തിന്നാനല്ല, നമ്മുടെ വണ്ടി പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പിള്ളേർ ഇടയുമ്പോഴൊക്കെ കൊടുക്കാനായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ലേസ്, പിന്നെ എന്നിട്ട് ആ കോലുമിഠായി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇന്നാണ് കേട്ടോ. എനിക്ക് ഇപ്പോൾ ചിന്തിക്കേണ്ടാവും ഇതിന് മുന്നേ ഇതൊക്കെ ചെയ്തുകൂടെയും ചിന്തിക്കേണ്ടാവും, പക്ഷേ എനിക്ക് നേരെ ഉണ്ടായിരുന്നില്ല, എനിക്ക് പാടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ മിനിയാന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. നല്ല തിരക്കായിരുന്നു. തലേ ദിവസമാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ അതേ 5-6 എന്തിട്ടാണ് പ്ലാസ്റ്റിക് കിറ്റുകളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം നമ്മൾ പൂള് കൺസിഡർ ചെയ്യണം. പൂളിൽ നമ്മൾ എന്തായാലും ഇറങ്ങും. അപ്പോൾ എത്ര പ്രാവശ്യം ഇറങ്ങും, എത്ര പ്രാവശ്യം, അതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എടുത്ത് വെക്കണം, പ്ലാസ്റ്റിക് കിറ്റ് എടുത്ത് വെക്കണം. നനഞ്ഞ ഡ്രസ്സ് ഉണങ്ങി നമ്മൾ എടുത്ത് വയ്ക്കുന്നൊന്നും നമുക്ക് ഉറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ ബ്രഷൊക്കെ നാളെ എടുത്ത് വെക്കുക എന്നാണ് ഞാൻ ഈ ആംഗ്യം കൊണ്ട് പറയണത് കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യണം, പല്ലേക്കണമല്ലോ, അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ എൻ്റെ ഐലൈനറും ഒരു സൺസ്ക്രീനും മാത്രമേ ഞാൻ എടുത്ത് വയ്ക്കുന്നുള്ളൂ. സൺസ്ക്രീനും ഐലൈനറും ഉണ്ടെങ്കിൽ തന്നെ, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ എല്ലാതും കഴിഞ്ഞു എന്നുള്ളതാണ്. പൗഡറൊന്നും ഞാനിപ്പോൾ അധികം യൂസ് ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ കുറേ, പിന്നെ ഇതാണ് ഞാൻ പോകുമ്പോൾ ഇടുന്നത് കേട്ടോ. ഇതും ഞാൻ ഫസിയോന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, രണ്ടും ഒരേ മോഡലായി പോയി ഗൈസ്. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ഇതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ജീൻസുമാണ് ഞാൻ നാളെ ഇടുന്നത്. പിന്നെ ഇത് സുക്രൂന് ഇടാനുള്ളതും തുമ്പിക്ക് ഇടാനുള്ളതും, തുമ്പിക്ക് ഇതാണ് ഇടുന്നത്. പിന്നെ എന്തിട്ടാണ് സുധിച്ചേട്ടന് ഇടാനുള്ളതൊക്കെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നാളെ വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് ഒരു പിടുത്തില്ല. അപ്പം അത്രേ ഉള്ളൂ. ഇനി പോയ കാഴ്ചകളൊക്കെ കാണാം. പിന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.